ചോറ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീരപ്പൻ സംഘം തെക്ക് ഭാഗത്തുനിന്ന് വരുന്നത്. അവരപ്പോൾ ഒരു ജോഡി ആനക്കൊമ്പ് ഉണ്ടായിരുന്നു, അവർ 8 പേര്. അപ്പോൾ ഒപ്പമുള്ള ആൾക്കാരൊക്കെ പോകാൻ തയ്യാറായി. ഞാനും തയ്യാറാകേണ്ടി വന്നു. കാരണം മൂപ്പരത്ത് തോക്കാണ്. ജയലളിതനായിട്ട് പേച്ചുവാർത്ത നടത്താനുണ്ട്. പേച്ചുവാർത്ത നടത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ വിട്ടോളാം. മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ ക്യാമ്പ് വളഞ്ഞ് അറ്റാക്ക്. DSP ജീപ്പാണ്ട് ചവിട്ടിയ ഉടനെ DSPൻ്റെ മടിയിൽ ഡബിൾ ബാർ തോക്കുണ്ടാവും. അത് മടിയിൽ നിന്ന് എടുത്തിട്ട് വലിച്ചെറിയുക. എന്നിട്ട് മൂപ്പരെ പിടിച്ചിറക്കിയിട്ട് ബാക്കിലേക്ക് കൈ കെട്ടാനുള്ള ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നത്. അപ്പോൾ കാവക്കാരൻ പറഞ്ഞത് മുകളിൽ നിന്നും പോലീസ് വരുന്നു, താഴത്തുനിന്നും പോലീസ് വരുന്നു. പിന്നെ രക്ഷയില്ലല്ലോ. ഞങ്ങൾ 3 മലയാളികളും വീരപ്പൻ്റെ 2 ആളും. പിന്നെ പിടിച്ചിങ്ങാണ്ട് പോലീസ് ജീപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു ഒറ്റ കിട്ടലാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ വെടിവെച്ച് ഇവിടുന്ന് കൊന്നാൽ കേരളത്തിൽ നിന്ന് ഒരു MP, MLA, മന്ത്രി ആരും വരില്ല. ഞങ്ങൾക്ക് ആളെ കൊല്ലാനുള്ള പെർമിറ്റ് ഉണ്ട്. 40 ബോംബുള്ള ഒരു കാർബോർഡിൻ്റെ പെട്ടി കാണിച്ചു കൊടുത്തു. കാട്ടിൽ കൂടിയിട്ട് 2-2.5 മാസം ഈ സൈനേഡും ഇവിടെ വെച്ച് അതൊക്കെ പൊട്ടിയിട്ട് ഇവിടെയൊക്കെ പുണ്ണായിരുന്നു. ഇന്ന് പറയാനുള്ളത് വീരപ്പനെ കുറിച്ചും എൻ്റെ കൂടിയിരിക്കുന്ന ശിവദാസേട്ടനെ കുറിച്ചുമാണ്. 1990 കാലഘട്ടം. ആ സമയത്ത് വീരപ്പനും സംഘവും ശിവദാസേട്ടൻ ഉൾപ്പെടുന്ന ഒരു സംഘത്തോട് 10 ലക്ഷം രൂപ തരാം, തങ്ങളുടെ കൂടെ വരണമെന്ന് ആവശ്യപ്പെടുന്നു. 10 അല്ല 20 തന്നാലും നിങ്ങളെ കൂടെ വരില്ലെന്ന് ശിവദാസേട്ടൻ ഉൾപ്പെടെയുള്ള സംഘം വാശി പിടിക്കുന്നു. മീശ പിരിച്ച് കണ്ണുരുട്ടി തോക്ക് ചൂണ്ടി ഭീഷണിയായി. ഒടുവിൽ വീരപ്പനൊപ്പം പോയി 5 മാസം അയാൾക്കൊപ്പം കഴിയേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് എൻ്റെ കൂടെയുള്ള ശിവദാസേട്ടൻ. ശിവദാസേട്ടാ, എന്തായിരുന്നു അന്നത്തെ ഓർമ്മകൾ? അന്നത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ശിവദാസൻ, തിരൂര് പുതിയങ്ങാടി, വളത്തിൻ്റെ കച്ചവടമാണ്. അത് പൊളിഞ്ഞപ്പോൾ സുൽത്താൻ ബത്തേരിക്ക് ജോലി തേടി പോയതാണ്. കിട്ടിയ ജോലി കർണാടക, തമിഴ്നാട് കാട്ടുന്ന് ചന്ദനം തലച്ചൊമ്മടായിട്ട് ചന്ദന ഫാക്ടറി സുൽത്താൻ ബത്തേരിക്ക് ഏറ്റിക്കൊണ്ടുവരുന്ന ജോലിയാണ് കിട്ടിയത്. 4 പ്രാവശ്യം കൊണ്ടെന്ന് ഒരു 40,000 ഉറുപ്പ്യ കിട്ടി. വീണ്ടും 5ാമത്തെ ട്രിപ്പ് പോകുമ്പോഴാണ് സത്യമംഗലം ബണ്ണാരി അമ്മൻ കോവിൽ തിമ്പം സ്വരം കയറിയിട്ട് ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഞാൻ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചോറ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീരപ്പൻ സംഘം തെക്ക് ഭാഗത്തുനിന്ന് വരുന്നത്. അവരപ്പോൾ ഒരു ജോഡി ആനക്കൊമ്പ് ഉണ്ടായിരുന്നു, അവർ 8 പേര്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ ഓടി. ഞാൻ ഈ ഭക്ഷണം പാറപ്പുറത്ത് വെച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഓടി എവിടേക്ക് ഓടുന്നു, എനിക്ക് ദശ തിരിയാത്ത ഈ ഉൾക്കാട്ടിൻ്റെ ഉള്ളിലേക്ക് എവിടേക്കപ്പോൾ നമ്മൾ ഓടുക? ഞാൻ ഓടിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ച് ഏത് നാട്ടിൻ്റെ CID ആണ്, ഇൻഫർമേഷൻ്റെ ആൾക്കാരാണോ എന്ന് ചോദിച്ചു. കേരളത്തിൻ്റെ ആണോ, തമിഴ്നാട്ടിൻ്റെ ആണോ, കർണാടകത്തിൻ്റെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരു നാട്ടിൻ്റെയും CIDകളല്ല, ഞങ്ങൾ അരി വാങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള ഈ കൂലിപ്പണിക്ക് വന്നതാണ്. അപ്പോൾ മറ്റു ഓടിയ ആൾക്കാരൊക്കെ റിട്ടേൺ ഇവിടേക്ക് തന്നെ വന്നപ്പോൾ വീരപ്പനും അവരുമായിട്ട് ചർച്ച ചെയ്ത്. അപ്പോൾ എൻ്റെ സ്പോട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല, ഞാൻ ചന്ദനത്തിന് വന്നാണ്. നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ കണ്ടാലും നമ്മളെ വെടിവെച്ച് കൊല്ലും, അതുകൊണ്ട് ഞാനില്ല. അപ്പോൾ ഒപ്പമുള്ള ആൾക്കാരൊക്കെ പോകാൻ തയ്യാറായി. അപ്പോൾ ഞാനും തയ്യാറാകേണ്ടി വന്നു. കാരണം മൂപ്പരത്ത് തോക്കാണ്. ഭീഷണിപ്പെടുത്തിയ കാരണം അയാളൊപ്പം പോകേണ്ടി വന്നു. അങ്ങനെ 5 മാസമാണ് അയാളെ കൂടെ നിന്നത്. അയാളെ കൂടെ പിന്നെ നിന്ന് അവിടുന്ന് ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അറ്റാക്ക്. മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ ക്യാമ്പ് വളഞ്ഞ് അതിൽ 20 STF ഉദ്യോഗസ്ഥന്മാർ അതിൽ മരിച്ച്. അങ്ങനെ ഇത് വളഞ്ഞെന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ ആൾക്കാരെ കൂടെ ശിവദാസൻ അണ്ണാച്ചി പോയിക്കോളിന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളവിടുന്ന് ഒരു കട്ടിങ്ങൊക്കെ ഉരുണ്ട് ഞങ്ങൾ അതേ ദിവസം മായാർ ഭാഗത്തേക്ക് എത്തിപ്പെട്ട്. അങ്ങനെ മായാറത്തിൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീരപ്പൻ മായാർ സ്പോട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ച്, എന്താണ് നടന്നതെന്ന് ചോദിച്ച്. അപ്പോൾ പറഞ്ഞു, ഞാൻ 20 ആളെ മനസ്സാറെ സുട്ടേന്ന്. മനസ്സറിഞ്ഞിട്ട് 20 ആളെ ഞാൻ കൊന്നു. അണ്ണാച്ചി എന്ന കട്ടിങ്ങിലേക്ക് താഴെ ഇറങ്ങുമ്പോൾ നിന്നെ ഉന്നം പിടിച്ചിട്ട് ഒരു BSFകാരൻ SI തോക്കിങ്ങനെ ഉന്നം പിടിച്ചിട്ട് നിന്നിരുന്നു. അപ്പോൾ ഞാൻ അയാളെ മുതുകത്തൊരു വെടിയാണ്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ അയാൾ തോക്ക് നെഞ്ഞത്ത് വെച്ചിട്ട് ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഏകദേശം വാളയാർ വരെ വന്ന്. അപ്പോഴത്തേന് പിന്നെ അങ്ങോട്ട് സംസാരിച്ച് നമുക്ക് ഊരിപ്പോരാൻ വയ്യല്ലോ. വാളയാർ വരെ വന്നൊരു 15 ദിവസം കഴിഞ്ഞ്
അവിടെ സുഖമായിട്ട് താമസിച്ച് പിന്നെ മധുക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ACC സിമെൻറ്റ് ഫാക്ടറിൻ്റെ അവിടെ. അപ്പോൾ ആ ഉൾഗ്രാമത്തിൽ ഒരാളായിട്ട് ബന്ധപ്പെട്ട് അയാൾ ഫുൾ അരിയും ചില്ലാനും എല്ലാ ഭക്ഷണ സാധനങ്ങളും തന്നു. 15 ദിവസം അവിടെ നിന്ന്. നിങ്ങളെ വീരപ്പൻ്റെ ക്യാമ്പിൽ എന്തായിരുന്നു നിങ്ങളുടെ വർക്ക്? അല്ലെങ്കിൽ നമ്മുടെ വർക്ക് 4 ഭാഗത്ത് 4 ആൾ കാവലിരിക്കണം. അപ്പോൾ അത് കാവലിരിക്കണം, ഭക്ഷണം ഉണ്ടാക്കണം. ഓരോ സ്പോട്ട് മാറുമ്പോൾ ലഗേജ് ചുമന്നിട്ട് ഇവരെ കൂടെ പോകണം. അപ്പോൾ 5 മാസം ഏകദേശം ആയി. അപ്പോൾ ഞാൻ പറഞ്ഞ അണ്ണ വീട്ടിലൊക്കെ പട്ടിണിയാവും, അതുകൊണ്ട് എന്നെ ഏതെങ്കിലും ഒരു റോട്ടിൻ്റെ സൈഡിൽ നിങ്ങൾ കൊണ്ടുപോയി വിട്ടാൽ മതി, ഞാൻ അവിടെ നോക്കിക്കോളാം. അപ്പോൾ മൂപ്പര് പറഞ്ഞ് ചിദംബരനാഥൻ വിജിലൻസ് SP ഇവിടെ കാന്തവയൽ എന്ന് പറഞ്ഞ ഊട്ടി റോട്ടിന് പെരുന്നാക്കമ്പാളയം കാന്തവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർക്ക് 60 ഏക്കർ കരിമ്പും തോട്ടമുണ്ട്. അപ്പോൾ അവിടെ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂപ്പരെ ഒന്ന് കടത്തി വെച്ചിട്ട് ജയലളിതയാണെന്ന് ഭരിക്കുന്നത്. അപ്പോൾ ജയലളിതനായിട്ട് പേച്ച് വാർത്ത നടത്താനുണ്ട്. പേച്ച് വാർത്ത നടത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ഞാൻ വിട്ടോളാന്ന്. എന്നാൽ ശരിയെന്നും പറഞ്ഞില്ല. അവിടുന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടിരിക്കണ് ആ ഊര് കാന്തവയലിൽ നിന്നൊരു ആൾ, വീരപ്പന് അനുകൂലമുള്ള ആൾ വന്നിട്ട് പറയുന്നു DSP അഞ്ചനും മൂപ്പരെ അളിയനും കൂടിയിട്ട് കരിമ്പും തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ റിട്ടേൺ കണ്ട് വരുമ്പോൾ കറക്റ്റായിട്ട് ഒരു വളവിൽ കരിങ്കല്ലുകൊണ്ട് ബ്ലോക്കാക്കി. അത് ഫോറസ്റ്റിനോട് കൂടി ചാരിയിട്ടുള്ള റോഡാണ്. മൂപ്പര് DSP നേരെ വന്ന് ഈ കരിങ്കല്ല് കണ്ടപ്പോൾ അവിടെ ബ്രേക്ക് ചവിട്ടി ജീപ്പ് അവിടെ നിർത്തി. അപ്പോൾ എനിക്ക് തന്ന റോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കരിങ്കല്ലിൻ്റെ ആ പൊന്തയിലിരിക്കുകയാണ്. അപ്പോൾ DSP ജീപ്പാണ്ട് ചവിട്ടിയ ഉടനെ DSPൻ്റെ മടിയിൽ ഡബിൾ ബാർ തോക്കുണ്ടാവും. അത് മടിയിൽ നിന്ന് എടുത്തിട്ട് വലിച്ചെറിയുക, കീപ്പട്ട് വലിച്ചെറിയുക. എന്നിട്ട് മൂപ്പരെ പിടിച്ചിറക്കിയിട്ട് ബാക്കിലേക്ക് കൈ കെട്ടാനുള്ള ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നത്. അപ്പോഴേക്കും അതിൻ്റെ തൊട്ട് അപ്പുറത്ത് വീരപ്പൻ ഇരിക്കുന്നുണ്ട്. ഞാൻ താണ്ട വീരപ്പൻ എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ കൈ കെട്ടിയിട്ട് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉൾക്കാട്ടിൽ കൊണ്ടുപോയി കൈയൊക്കെ കെട്ട് കഴിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ 42 ദിവസം തമിഴ്നാട് ഗവൺമെൻറ്റിനായിട്ടുള്ള സംഭാഷണം. അങ്ങനെ പേച്ച് വാർത്ത ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബേബി വീരപ്പൻ ക്യാമ്പിലേക്ക് പോയി, പോലീസിൻ്റെ ക്യാമ്പിലേക്ക്. മുത്തുലക്ഷ്മീനെ അവിടെ പോയിട്ട് കണ്ട്. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ടൈപ്പ് റെക്കോർഡും കാസറ്റൊക്കെ കൂടിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ മുത്തുലക്ഷ്മിനോട് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അവിടെ ചെന്നിട്ട് ഓണാക്കി, നിന്നെ ഏതെല്ലാം രൂപത്തിൽ പോലീസ് ഉദ്ധരിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നീ പറയണം. പരാതികളൊക്കെ കംപ്ലീറ്റ് പറഞ്ഞ് അതിവിടെ കാട്ടിൽ കൊണ്ടുവന്നിട്ട് ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്തപ്പോൾ ഫുള്ള് കേട്ട്. അപ്പോൾ വീണ്ടും അങ്ങോട്ടൊരു കാസറ്റ് പോലീസിന്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നോട് ചോദിക്കുക, പോലീസിന് തിരഞ്ഞു വരാൻ പറയും, എൻ്റെ പെണ്ണുങ്ങൾ എന്താണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ കാസറ്റ് റിട്ടേൺ അവിടെ നിന്ന് വന്നു. അങ്ങനെ ജയലളിത ഉത്തരവിട്ട്. അപ്പോൾ വീരപ്പൻ പറഞ്ഞ് 375 സ്റ്റാർട്ട് തോക്ക് 5 എണ്ണം വേണം, നാട്ടിൽ വീട് വേണം, വീട്ടിന് പോലീസ് കാവൽ വേണം, മാതേശ്വരം പെട്ട കൽക്കോറി 100 കൊല്ലത്തിന് എഴുതി തരണം. അങ്ങനെ ഒരു 5-6 ഡിമാൻഡ് പറഞ്ഞ്. അപ്പോൾ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പോലീസിനോട് പറഞ്ഞ് ആ DSPയും ടീമിനെയും ചേർത്തി കൊന്നും കണ്ടിട്ട് പോരി, ഒരു DSP പോയാൽ 1000 DSP ഉണ്ട് എന്ന്. അങ്ങനെ ഞങ്ങളിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് വളഞ്ഞ് പോലീസ്. അപ്പോൾ കാവക്കാരൻ പറഞ്ഞ് ഇത് മുകളിൽ നിന്നും പോലീസ് വരുന്നു, താഴത്തു നിന്നും പോലീസ് വരുന്നെന്ന്. അപ്പോൾ പിന്നെ രക്ഷയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ 3 മലയാളികളും വീരപ്പൻ്റെ 2 ആളും അവിടുന്ന്. പിന്നെ ഞങ്ങൾ DSP SPയും അയാളെ അളിയനും അഞ്ചനും കൂടി ഞങ്ങൾ 3 മലയാളികളും 2 വീരപ്പൻ്റെ ആൾക്കാരും ഞങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി പോലീസിനൊക്കെ വെട്ടിച്ചെങ്ങാണ്ട് ഞങ്ങൾ പുലർച്ചെ വൈകുന്നേരം നടത്താൻ തുടങ്ങിയിട്ട് പുലർച്ചെ 4 മണിക്ക് ഒരു കൗണ്ടർ പെരയിലെത്തിപ്പെട്ട് SPയും ഞങ്ങളൊക്കെ കൂടി. കൗണ്ടറോട് SP പറഞ്ഞ് ഈ 3 മലയാളികൾക്ക് ഒരു 500 റുപ്യ ബസ്സിന് കൊടുക്കുക, ഫസ്റ്റ് ബസ്സിന് കയറ്റി വിടുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് ബസ്സിന് അവിടുന്ന് ബസ് കയറി കോയമ്പത്തൂർ ഉക്കടം വന്നിറങ്ങി. അപ്പോഴേക്ക് പിന്നെ കർണാടക പോലീസിന് മനസ്സിലായി ഒപ്പമുള്ള വീരപ്പൻ്റെ ഒപ്പമുള്ള 3 മലയാളികൾ രക്ഷപ്പെട്ട് പോകുന്നതെന്ന്. കാരണം SP നേരെ അവരുടെ ക്യാമ്പിലേക്കാണല്ലോ പോയത്. അങ്ങനെ കോയമ്പത്തൂർ വന്ന് എൻ്റെ പെരയിൽ വന്ന് ഒരു ജീപ്പ് പോലീസും ഇതൊക്കെ കൂടിയിട്ട്. അപ്പോൾ പെരക്കാർ പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് 3 കൊല്ലമായി,
മൂപ്പരെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ ഉക്കടൻ ലോറിപ്പേട്ടയിൽ പോയാൽ അറിയാമെന്ന് അറിഞ്ഞു. അങ്ങനെ ഉക്കടൻ ലോറിപ്പേട്ടയിൽ വന്നുകൊണ്ട് ഡ്രൈവർ യൂണിയൻ തലവർ മോഹനെ കണ്ടപ്പോൾ പറഞ്ഞ് ചെട്ടിയാര ലോറിയിലാണ് പോയിട്ടുള്ളത് കോയമ്പത്തൂർ ആർസുപുരത്തെത്താൻ. അങ്ങനെ ചെട്ടിയാരെ പോയി കണ്ട് ചെട്ടിയാരോട് പറഞ്ഞ് പിന്നെ ശിവദാസ് എന്ന് പറഞ്ഞ ആ ഡ്രൈവറും എങ്ങണ്ടാണ് ആദിക്ക് ലോറി പോയത് അഹമ്മദാബാദ്, പിന്നെ അവിടുന്ന് ഇറക്കിയിട്ട് ശ്രീമുഖയിൽ നിന്ന് പൂനെയിൽ നിന്ന് നാഹർകോവിലേക്കാണ് ലോറി ഉരുളൻകിഴങ്ങ് കയറ്റി വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ഉടനെ അവർ എല്ലാം ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനേറ്റൊക്കെ അവിടെ എല്ലാം ബന്ധപ്പെട്ട് ഞങ്ങൾ നാഗർകോവിലിൽ ഉരുളൻകിഴങ്ങ് ഇറക്കിയിട്ട് നേരെ തൂത്തുക്കുടി വന്നിട്ട് ഉപ്പിൻ്റെ കണ്ടന്റ് പാടം അതിൻ്റെ അടിയിലത്തെ ഒരു കീടന് ACC സിമെൻറ്റ് ഫാക്ടറിക്ക് ആവശ്യമാണ്. അത് കയറ്റി ഞാൻ ഏകദേശം പൊള്ളാച്ചി വരെ ലോറി വിട്ട് പൊള്ളാച്ചി എത്തിയപ്പോൾ തന്നെ എനിക്ക് ഉറക്കം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയുമാണ് ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കിടക്കുകയാണ്, നിങ്ങളൊന്ന് വിടിയെന്ന്. അങ്ങനെ ACC സിമെൻറ്റ് ഫാക്ടറിൻ്റെ അകത്തേക്ക് ഈ ലോറിയാണ്ട് കടന്ന ഉടനെ തന്നെ ഒരു ജീപ്പ് വന്നങ്ങാണ്ട് ബലങ്ങിട്ടിട്ട് എന്നോട് ചോദിച്ച് നെസറേനോ നിംദൂന്ന്, അതായത് നിൻ്റെ പേരെന്താണെന്ന്. ഞാൻ പറഞ്ഞു ശിവദാസനാണ്. ബാറോ കിളകടയെന്ന് വാ താഴത്തേക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഉറക്കത്തില്ലല്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു പോലീസ് പിടിക്കുന്നൊന്നും ഇപ്പോൾ എനിക്കറിയില്ലല്ലോ, പോലീസിന്ന് ജീപ്പിൽ എഴുതിയിട്ടുമില്ല. അങ്ങനെ ഇന്നെ പിടിച്ചങ്ങാണ്ട് പോലീസ് ജീപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരൊറ്റ കിടലാണ്. സത്യമംഗലം ഫോറസ്റ്റ് ബംഗ്ലാവിലാണ് ഇവരെ ക്യാമ്പ്. അവിടെ കൊണ്ടുപോയിട്ട് ബാബ മുഹമ്മദ് SP പറഞ്ഞ് ശിവ അങ്ങോട്ട് വാന്നിട്ട് ദേശം ദൂരത്തേക്കാണ്ട് കൂട്ടിക്കൊണ്ടുപോയി. നിന്നെ ഇപ്പം ഞങ്ങൾ വെടിവെച്ച് ഇവിടുന്ന് കൊന്നാൽ കേരളത്തിൽ നിന്നൊരു MP MLA മന്ത്രി ആരും വരില്ല, ഞങ്ങൾക്ക് ആളെ കൊല്ലാനുള്ള പെർമിറ്റുണ്ട്. അതുകൊണ്ട് ഈ വീരപ്പൻ്റെ ഇപ്പോൾ 5 മാസം നിന്നതാണ്. ഏതിലെ പോയി എവിടെ കിടന്ന് ആരേറ്റെല്ലാം കാട്ടിൻ്റെ ഉള്ളിൽ ബന്ധപ്പെട്ട് ഇതെല്ലാം ഇജ്ജ് പറയണം. ആയിക്കോട്ടെ ഞാൻ പറയാമല്ലോ, അതിനിപ്പോൾ എന്താണ്. അപ്പോൾ DIGൻ്റെ അടുത്തേക്ക് കാണാണ്ട് ചെന്നപ്പോൾ മൂപ്പര് പറഞ്ഞ് ശിവദാസ് കൂത്തുകൊള്ളാമെന്ന്. മൂപ്പര് പറഞ്ഞത് ഇരിക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിന്നോളാന്ന്. മൂപ്പര് പറഞ്ഞ് മാസത്തിൽ 12,000 ചിലവ് കഴിച്ചിട്ട്. അപ്പം ഞാൻ ഒരു ഐഡിയ എടുത്ത് വീരപ്പനെ കാണിക്കാൻ ഞാൻ മുന്നിൽ നടക്കും, ബാക്കിലല്ലേ പോലീസ് ഉണ്ടാകുക. അവിടുന്ന് വെടിവെച്ചാൽ ഞാൻ മരിക്കൂലേ. അങ്ങനെ മാവ മുഹമ്മദ് SP-യും 3 പോലീസുകാരും കൂടിയിട്ട് എൻ്റെ നാട്ടിൽ ഒഴൂർ പഞ്ചായത്തിൽ പുൽപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടുന്ന് വൈകുന്നേരം വണ്ടി വിട്ട് ഇവിടെ രാവിലെ 5 മണിക്കെത്തി. 5 മണിക്ക് എത്തിയപ്പോൾ മൂപ്പര് പറഞ്ഞു ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ശിവദാസ കംപ്ലൈൻറ്റ് പറയരുത്, കംപ്ലൈൻറ്റ് പറഞ്ഞാൽ എന്നെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോകേണ്ടി വരും. അതൊന്നും ഞാൻ പറയില്ല സാറേ. അപ്പോൾ എനിക്കൊന്ന് നിസ്കരിക്കണം, എന്നാൽ ഒന്നും കൂടി വണ്ടി ഒന്ന് മുന്നോട്ട് വിടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചെറിയ നിസ്കാര പള്ളി ഉണ്ട്. അതൊക്കെ പറയുമ്പോൾ തന്നെ കണ്ണിൽ കരച്ചൽ വരികയാണ്. പള്ളിയിലേക്ക് വന്ന ആൾക്കാരൊന്നും കുറേ ആൾക്കാർ പള്ളിയിൽ പോയിട്ടില്ല. ഇത് വേലായുധൻ്റെ മരുമകനാണല്ലോ ഈ ഇരിക്കണതെന്ന്. അപ്പോൾ ഭാര്യ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയും അമ്മായിയും ഒരു കൂട്ടക്കരച്ചൽ. അപ്പോൾ SP പറഞ്ഞ് ആരും കരയണ്ട, ഞങ്ങളെ സഹായിയാണ് ശിവദാസൻ. ചായയൊക്കെ ഉണ്ടാക്കി എല്ലാം കുടിച്ച് ആ ജീപ്പിൽ ആണ് വീണ്ടും സത്യമംഗലത്തേക്ക് കൊണ്ടുപോകുന്നത്. സത്യമംഗലത്തിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം 75 ആളിൻ്റെ ബാക്കിൽ ഫസ്റ്റ് തന്നെ 40 ബോംബുള്ള ഒരു കാർബോർഡിൻ്റെ പെട്ടി കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു സാർ ഇതിലാണ് കാർബോർഡിൻ്റെ പെട്ടി എടുത്തുങ്ങാണ്ട് ബേബി വീരപ്പം പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ പരിധിയപ്പോൾ ഈ 40 ബോംബ് കിട്ടി. അപ്പോൾ ഉടനെ ഒരാൾ വയർലെസ് നെഞ്ചത്ത് കെട്ടിയിട്ട് ഒരാളുണ്ട്, അയാൾ ക്യാമ്പിലേക്ക് വിളിച്ചപ്പോൾ ശിവദാസൻ ഐഡിയ പ്രകാരം 40 ബോംബ് കിട്ടിയിട്ട് അന്നത്തെ ഡ്യൂട്ടി മതി ക്യാമ്പിലേക്ക് ഉണ്ട് പോരിയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ബോംബ് നിർമ്മിക്കാനുള്ള കരിമരുന്നിൻ്റെ സാധനം ഒരു ടിന്നിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം അത് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് കർണാടക പോലീസിന് നമ്മളോട് വലിയ തൃപ്തിയല്ല, നമ്മളെ വിശ്വാസമായി. അങ്ങനെ പിന്നെ ഒരു 2 മാസത്തോളം പിന്നെ കാട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കിട്ടിയില്ല, ആളെ പൊടി പോലും കാണാനില്ല. അപ്പോൾ ബാബ മുഹമ്മദ് SP എന്നോട് പറഞ്ഞു ശിവദാസ നിങ്ങൾ പഴയതുപോലെ സുൽത്താൻ ബത്തേരിന്ന് ചന്ദനത്തിന് പോകണ്ടല്ലോ, അരിയും സാധനമൊക്കെ എടുത്ത് കോടാലിയും വാക്കത്തിയൊക്കെ എടുത്തിട്ട് അതേമാതിരിക്ക് ചന്ദനത്തിന് പോകും. ഒരു 4 ആളെയും കൂടി സുൽത്താൻ ബത്തേരിന്ന് കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സൈനേഡ് തന്ന് 2 പാക്കറ്റ് സൈനേഡ്.
അത് ഈ ഷെഡിൻ്റെ ഇവിടെ കീറിയും കണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഇതുമായിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി പല ഭാഗത്തു കൂടിയും പോയി. പക്ഷെ ഇവൻ്റെ പൊടി പോലും കാണാനില്ല. ഇനി കണ്ട് മുട്ടിയെങ്കിൽ തന്നെ സൈനൈഡ് ഞാൻ ഇടൂല. ഓൻ്റെ ഭക്ഷണം 4-5 മാസം കഴിച്ചതല്ലേ. പിന്നെ ഇട്ടാൽ തന്നെ നമ്മളെ കൊല്ലും അവർ. കാരണം ഈ ക്യാമ്പിലുള്ള ആൾക്കാർ ആദ്യക്ക് ഭക്ഷണം കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 ആൾ കാവലിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് കാവക്കാർ വന്നിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കൂല. ഒരിക്കലും സൈനൈഡ് ഇടാൻ പറ്റില്ല. അങ്ങനെ പിന്നെ കാട്ടിൽ കൂടിയിട്ട് 2-2.5 മാസം ഈ സൈനൈഡും ഇവിടെ വെച്ച് അതൊക്കെ പൊട്ടിയിട്ട് ഇവിടെയൊക്കെ പുണ്ണായിരുന്നു. അങ്ങനെ ഇപ്പോൾ ക്യാമ്പിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഈ അറിയാവുന്ന കംപ്ലീറ്റ് ഐഡിയകളും ഞാൻ പറഞ്ഞു കൊടുത്ത് ഇനിയൊന്നും നിങ്ങളോട് പറയാനില്ല. അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകണം. നിങ്ങൾ എപ്പോഴാണ് വിളിക്കുന്നത് ആ സമയത്ത് ഞാൻ വരാമെന്നും പറഞ്ഞു. അങ്ങനെ പോകുന്നതാണ്. ശിവദാസേട്ടൻ്റെ കഥകളാണ് നമ്മൾ കേട്ടത്. ഒരുപാട് കഥകൾ ഇനിയും പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട സമയത്താണ് അദ്ദേഹം ഈ കഥകളൊക്കെ നമ്മളുമായിട്ട് പറയുന്നത്. എന്തായാലും അന്ന് രക്ഷപ്പെട്ട് പോകുന്നതായിരുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ജീവന് വരെ ഹാനി സംഭവിക്കായിരുന്നു അല്ലേ? അത് അന്ന് പിന്നെ കാണാതായപ്പോഴേ തിരൂര് ശിവദാസൻ വീരപ്പൻ്റെ പിടിയിൽ നിന്നായിരുന്നു പേപ്പറിലുണ്ടായിരുന്നത് വാർത്ത. അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ചേട്ടനെ കണ്ടു, സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ശിവദാസേട്ടൻ ഇനിയും യാത്രകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അക്ഷയ്ക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.